നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയും സന്നാഹമോടെ സ്തുതി പാടിടും ദേവസന്നാഹമോടെ സ്തുതി പാടിടും പാപത്തിൽ നിന്നുവെന്നെ കോരി എടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാസഭ ശിക്ഷകളേറ്റ ദേവാത്മജ നാഥൻ സന്നിധിയിൽ വേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ പക്ഷവാദം ജീവനാഥ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൽ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ള എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ മന്നീടത്തിൽ അടിയൻ ജീവിക്കും നാളെന്നും വന്നേ യെസ് ലോർഡ് നാമത്തിനു ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോളെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ ഹല്ലേലൂയ. ഞങ്ങളോട് ചെയ്ത അങ്ങയുടെ ഉപകാരങ്ങൾ അങ്ങയുടെ വിശ്വസ്തത എത്രയും വലിയതാണ് ഞങ്ങൾ അറിയുന്ന കർത്താവേ. അത് ഞങ്ങളുടെ വാക്കുകൾ ഒതുക്കുവാൻ കഴിയാത്ത ഒന്നല്ല. പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്നു ഞങ്ങളെ കോരിയെടുപ്പാനായി ശാപശിക്ഷയേറ്റ ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നിറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു വരാറും ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തതിനായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. വിശുദ്ധന്മാരുമായിട്ടുള്ള ഈ കൂട്ടായ്മ നന്ദി നൽകി തന്നതിനായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെയും ഈ നിമിഷവും പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. നന്ദി പറയുന്നു. കുറ്റം കൂടാതെ തേജസ്സിൽ പിതാവിന്റെ സന്നിധി നിൽക്കാമെന്നുള്ള വാഗ്ദത്തങ്ങൾ തന്നതിനായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. നന്ദി പറയുന്നു കർത്താവ്. മന്നിടത്തിൽ ജീവിക്കും കാലം അത്രയും അങ്ങേക്ക് നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നോടുള്ളതിന്റെ നന്മകളെ ഓർത്ത് ഉപകാരങ്ങളെ ഓർത്ത് രാവിലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനെ ഞങ്ങളുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തതിനായി സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളെ കാത്തതിനായി സ്തോത്രം. കഴിഞ്ഞൊരാഴ്ച ജീവിപ്പാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. ഈ പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ആദ്യോടന്തം അങ്ങയുടെ ആത്മാവ് തന്നെ സകല ശുശ്രൂഷകളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രാഗൽഭ്യത്തോടും വിശുദ്ധിയോടും അതിൽ നിന്ന് പങ്കെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദാസന്മാരിലോട് ഹൃദയമായി ഞങ്ങളുടെ ഇടപെടുമാറാകണം. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് സമാധാനം വർദ്ധിച്ചവരായി, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിച്ചവരായി, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചവരായി കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥകരുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമ്മെ ഇന്ന് രാവിലെ കൂട്ടി വരുന്നതോർത്ത് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരാഴ്ച കൂടെ കർത്താവ് നമ്മെ പരിപാലിച്ചു. ഈ ആഴ്ച പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ
കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. ഒരു നിമിഷം കർത്താവിനെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 19-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 19. സാം നമ്പർ 19. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളിലെ ശബ്ദം കേൾക്കുവാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. ചേർന്ന് വായിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹാലേ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 2 തരത്തിലുള്ള ദൈവിക വെളിപ്പാടിനെ പറ്റിയാണ് നമ്മോട് പ്രസ്താവിക്കുക. ഒന്ന്, തൻ്റെ സൃഷ്ടിയിലൂടെയുള്ള ദൈവിക വെളിപ്പാട്. 2, തൻ്റെ തിരുവെഴുത്തിലൂടെയുള്ള ദൈവിക വെളിപ്പാട്. ഈ 2 വെളിപ്പാടുകളും പ്രാപിച്ചവരായ നാം ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ദൈവമെന്നോർത്ത് അവിടുത്തെ നമസ്കരിപ്പാൻ, അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് അവിടുത്തെ സന്നിധിയിൽ കുമ്പിടുവാൻ, ആമേൻ, അവിടുത്തെ നാമത്തെ വർണ്ണിക്കുവാൻ, ആമേൻ, നന്ദിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ ഇന്ന് രാവിലെ നാം കടംപെട്ടവരാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഹല്ലേലൂയ. അത് പ്രബോധനം തരുന്ന ഈ തിരുവെഴുത്ത് ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ ഇന്ന് രാവിലെ ഉയർത്തുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ആമേൻ, ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ എന്നോർത്ത്, ആമേൻ, വിശുദ്ധന്മാരുടെ ഈ പന്തിയിലേക്ക് നമ്മെ കൊണ്ടുവന്നെന്നോർത്ത്, ആമേൻ, പാപത്തിൽ അകപ്പെട്ടിരുന്ന നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തതോർത്ത് രാവിലെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. അനുദിനമവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. അനുദിനമവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. ഉണർവുഘോഷത്തിൽ സ്വന്ത ജനമേ, ഹൃദയം നന്ദിയാൽ
love you, Lord. We love you, Lord. Hallelujah, hallelujah. ആ ദൈവ സ്നേഹത്തിന് ആഴത്തിനായി നന്ദി പറയുന്നു. Hallelujah, hallelujah, hallelujah. Praise you, Lord, praise you, Lord, praise you. കർത്താവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് അവിടുന്ന് ക്രൂശിലാണ്. റോമാലേഖനം 5:8 പറഞ്ഞു, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആ പ്രദർശനമാണ് ക്രൂശിൽ നാം കാണുന്നത്. കാൺമീൻ, ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീൻ എന്ന് പറയുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നത് ക്രൂശിലാണ്. ഹല്ലേലൂയ. നമുക്ക് പകരമായ ഒരു പകരക്കാരനായി നമ്മുടെ പാപങ്ങളെ ഏറ്റ് അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമാക്കി തീർക്കുക, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തല്ലോ. ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്ത് അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഹല്ലേലൂയ. എന്ത് അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്ത് അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഓ ദൈവമേ നിൻ മക സ്നേഹമതിൽ വിധമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ ഹല്ലേലൂയ. വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാതെ എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാതെ എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ.
പാപത്തെ പേറി നമുക്ക് പകരമായി യാഗമാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം അത് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കുകളിൽ ഒതുങ്ങാവുന്നതല്ല. ഹല്ലേലൂയ. ഓ എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്നതിശയമേ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും. ഓ we love you Lord, we love you Lord. ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചല്ലോ, അങ്ങ് ഞങ്ങളെ പുത്രനെ നൽകി തന്നല്ലോ, രക്ഷയാൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, അങ്ങനെ സ്വന്തമാക്കി തീർത്തല്ലോ. അങ്ങയുടെ സ്നേഹം എത്രയോ വലിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen, 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 amen. Hallelujah, 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 hallelujah. മോദമെഴും തിരുമാർവിൽ ഉല്ലാസമായി സന്തതം ചേർന്നിരുന്ന തന്റെ ഏകജാതനെ പാതകർക്കായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന അവിടുത്തെ സ്നേഹത്തിന്റെ ആ വലിപ്പം, ഹല്ലേലൂയ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം എൻ്റെ മുമ്പിൽ അതുണ്ട്. ആ സ്നേഹം ഒരു പൊട്ടുപോലെ എൻ്റെ ഉള്ളിലുണ്ട് എപ്പോഴും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കും. പാട്ടുകൾ നിന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ നാം നിർത്തണ്ട. അവിടുത്തെ സ്നേഹം അത്രയ്ക്ക് വലുതാണല്ലോ. അവിടുത്തെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അവിടുത്തെ നാമത്തെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് തുടർന്നു ദൈവസന്നിധിയിലായിരിക്കാൻ അവിടെ നമ്മെ ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രിയാച്ചൻ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ബലപ്പെടുത്തണമേ. യെസ് ലോർഡ്. ഒരുക്കണമേ. യെസ് ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സൂമിലും ആലയത്തിലുമുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. Before I go further, I invite our youngsters to come forward. Let us worship our King. Come, let us bow at His feet. He has done great things. See what our Savior has done. See how His love overcomes. He has done great things. He has done great things. Oh, hero of heaven, you conquered the grave. You free every captive and break every chain. Oh God, you have done great things. We dance in your freedom, awake and alive. Oh Jesus, our Savior, your name lifted high. Oh God, you have done great things. Philippians
13. I can do all things through Christ who strengthens me. First John John 1:16, and of his fullness we have all received, and grace for grace. The Lord is good to all. He had compassion on all he hath made. John 1 verse 16. And of his fullness we have all received for grace and grace for grace. Deuteronomy 31 verse 6. Be strong of good courage. Do not fear nor be afraid of them, for your God, for our Lord, your God, He is the one who goes with you. He will never leave you nor forsake you. Let your light shine before others, that they may see your good deeds and glorify your Father in heaven. Matthew 6:5-16. Deuteronomy 31 verse 6. Be strong and of good courage. Do not fear nor be afraid of them. For the Lord your God, He is the one who goes with you. He will not leave you nor forsake you. Deuteronomy 31:6. Be strong and of good courage, and do not fear nor be afraid. For the Lord your God, He is the one who goes with you. He will never leave you nor forsake you. But if we walk in the light as He is in the light, we have fellowship with one another, and the blood of Jesus Christ, His Son, cleanses us from all sin. If we say we do not have sin, we deceive ourselves, and the truth is not in us. If we confess our sins, He is God, and if we confess our sins, He is God. He is faithful and just. He will cleanse us from all sin. 1 John 1 verse 7-9. 1 Corinthians 13, verse 4 and 5. Love is patient, love is kind, it does not envy, it does not boast, it is not proud, it does not dishonor others, it is not self-seeking, it is not easily angered, it keeps no record of wrongs. Romans 8 verse 29. For those whom he foreknew, he also predestined to be conformed to the image of his Son, so that he would become the firstborn among many brethren. For whoever does not take up his cross and follow me is not worthy of me. For whoever finds his life will lose it, but whoever loses his life for my sake will find it. Matthew 10:43 and 44. 1 Corinthians 13, verse 4 and 5. Love is patient, love is kind, it does not envy, it does not boast, it is not proud, it does not dishonor others, it is not self-seeking, it is not easily angered, it keeps no record of wrongs. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let us pray for the children. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ദാനങ്ങൾ ദൈവസഭയിൽ വന്ന് ജീവന്റെ വചനമാണ് അവർ പറഞ്ഞത്. അവരുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനമായി തീരേണ്ടതുണ്ട്. പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനം എൻ്റെ ഉള്ളിൽ എന്ന് തിരുവചനം വായിക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കട്ടെ. പിഞ്ചു പ്രായത്തിൽ പഠിക്കുന്ന വചനങ്ങൾ അവർ വൃദ്ധരായാലും വിട്ടുപോകുകയില്ല എന്ന വചനമുണ്ടല്ലോ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. പ്രിയ സാമുവൽ ജോഷുവ സാം ബ്രദർ പ്രാർത്ഥനയിൽ സഹായിച്ചാട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. താങ്ക് യു ലോർഡ്. Thank you, Lord. Amen. Thank you. ദൈവനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും സൂമിലും ആലയത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ഇവിടെയില്ല, യാത്രയിലും ഒക്കെ ആയിരിക്കുന്നു. നാട്ടിലേക്ക് പോയിരിക്കുന്നുണ്ട്, ഡാലസിൽ പോയി. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.
മതി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വായിച്ചത്. അപ്പോൾ ഞാനൊന്നുകൂടെ വായിച്ചോട്ടെ. അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. അടുത്തത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഓരോന്ന് വായിക്കുമ്പോഴും ചിന്തിക്കാനുണ്ട്, അതുകൊണ്ടാണ് നിർത്തി വായിക്കും. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കഴിഞ്ഞ ആഴ്ച ഞാനത് വീണ്ടും വായിക്കുന്നില്ല, സമയമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആരംഭിച്ച വിഷയം ഗോഡ് ഓഫ് പുതിയ ആരംഭങ്ങളുടെ ദൈവം. എപ്പോഴും ദൈവം നമുക്ക് തരുന്ന പുതിയ ദിവസമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് വരെ കാണാത്തൊരു പുതു ദിവസമാണ് ഇന്ന് നമുക്ക് തന്നത്. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അങ്ങനെയെങ്കിലും ഇല്ലാത്തതിനെ ഉളവാക്കിയ ദൈവൻ ഇന്ന് നമുക്ക് വേണ്ടി ഒരു ദിവസം വിളിച്ചു വരുത്തി എന്ന് തന്നെ വിശ്വസിക്കാം. സ്തോത്രം. ഈ പ്രഭാതം കാണാത്ത എത്രയോ പേരുണ്ട് ഈ ഭൂമിയിൽ. ദൈവം നമുക്ക് ഒരു ദിവസം തന്നില്ലേ? സോ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സോ ഒരു പുതിയ ദിവസം തന്നെങ്കിൽ എപ്പോഴും ഒരു പുതിയ ആരംഭങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. 2025 നമ്മളെ വീട്ടിൽ കടന്നു പോകുന്നു. കർത്താവ് താമസിച്ചെങ്കിൽ ഒരു പുതിയ വർഷം വരും. ഇതൊക്കെ നമുക്ക് വേണ്ടിയുള്ള വർഷങ്ങളാണ്. അപ്പോൾ ദിവസേന പുതിയതാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തപ്പോൾ ഒരു പകുതി എടുത്തുള്ളൂ, ബാക്കി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുതന്നെ അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശയുമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ക്രൂശിനെ ഉയർത്തുന്നതും ക്രൂശിനെ ധ്യാനിക്കുന്നതും, ക്രൂശിനെ ഉയർത്തുന്ന പറഞ്ഞാൽ ക്രൂശ് തടിയൊന്നുള്ളതല്ല, ക്രൂശിൽ മരിച്ച കർത്താവിനെ ഉയർത്തുന്നതും ആ കർത്താവിൻ്റെ ക്രൂശ മരണത്തെപ്പറ്റി പ്രസംഗിക്കുന്നതും അവൻ്റെ വരവിനെ പറ്റി പ്രസംഗിക്കുന്നതും ഇതൊക്കെ വലിയ ഉത്സാഹമുള്ള വിഷയമാണ്. സ്തോത്രം. 1600 പല വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ക്രിസ്തുയേശു വരുന്നതിന് മുമ്പ്, പഞ്ചഗ്രന്ഥത്തിൽ മോശ എഴുതി വെച്ചു. എന്തുവാ? 3:15 അറിയാമല്ലോ, വായിക്കണ്ട. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അന്ന് കിട്ടിയ വെളിപ്പാട് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു കാര്യം പ്രവാചക ശബ്ദത്തിൽ എടുത്തു പറഞ്ഞതാണ്. സ്തോത്രം. തിരുവചനം ഉടനീളം പഠിച്ചാൽ ഒന്നും യാദൃച്ഛ്യമായിട്ടുണ്ടായതല്ല. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമായി ഇവിടെ ഇരിക്കുന്നത് പുതിയ നിയമസഭ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ആ മർമ്മം പൂർത്തീകരിക്കുവാൻ ദൈവം കൊണ്ടുവന്ന വഴികളായി 66 പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ നാം വായിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ തെറ്റ് ചെയ്തു, പോയപ്പോൾ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കി. പക്ഷെ പുറത്താക്കിയവൻ പൊറിക്കോട്ട് എന്ന് പറഞ്ഞ് കളഞ്ഞില്ല. സ്തോത്രം. കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനാണ്. സ്തോത്രം. അതുകൊണ്ട് അതേ പൊസിഷനിൽ അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം പ്ലാൻ ചെയ്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭൂമി പാഴായും ശൂന്യമായും ആയിരുന്നു എന്നുള്ളത് തീർന്നു. അതിൻ്റെ അർത്ഥം സൃഷ്ടിച്ചപ്പോൾ പാഴും ശൂന്യവും ആയിരുന്നില്ല. ഒറ്റ വാക്കിനെ കൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവം, ഒറ്റ വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ദൈവം ഈ അപാകതയുണ്ടായ അല്ലെങ്കിൽ പാഴും ശൂന്യമായ ഭൂമിയെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് വേറൊന്നിനെ വിളിച്ചു വരുത്താൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഇല്ലയോ? ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സകലവും ഉളവായതെങ്കിൽ, സ്തോത്രം, അത് കേടായിപ്പോയപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വേറൊന്നിനെ കൊണ്ടുവരാമായിരുന്നു. അതേ സാദൃശ്യമായ യെരമ്യാവ് 18 യെരമ്യാവിനോട് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അവൻ തന്നെ ഉണ്ടാക്കിയ പാത്രമല്ലയോ ആദാം.
അതേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ, അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ. അതേ സാദൃശ്യം യിരെമ്യാ 18 പ്രൈസ് ദി ലോർഡ്. കുശവൻ കളിമണ്ണുണ്ടാക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡൽഹിയിൽ ഷാദ്രയിൽ സ്ഥലമുണ്ട്, അവിടെ കുശവന്മാരുടെ വലിയ സ്ഥലമുണ്ട്. അതുവഴി പോയാൽ ആ റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനെ പൊട്ടിയ പാത്രങ്ങൾ, മൺപാത്രം കിടക്കുന്നത്. അവിടുന്ന് പറയാം, അല്പം ഒന്ന് കുഴപ്പമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ കളയും. അതിന് സമയമില്ല അവർക്ക്, അതിനെ പറ്റത്തുമില്ല. കാരണം മണ്ണ് കുഴച്ച് ഉണ്ടായിക്കഴിഞ്ഞ് ആ പാത്രം ഹാർഡായാൽ പിന്നെ അതിനെ വീണ്ടും അങ്ങനെ പണിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എടുത്തു കളയും. പക്ഷേ നല്ല കുശവൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സൃഷ്ടിതാവ് അപാകത വന്ന മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതേ ഉള്ളൂ, പക്ഷേ അവനെ തള്ളിക്കളഞ്ഞില്ല. സ്തോത്രം, പ്രൈസ്. എല്ലാറ്റിനും അവൻ്റെ പക്കൽ പരിഹാരമുണ്ട്. സ്തോത്രം. അതേ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അവനെ അന്വേഷിച്ച് വന്നില്ലേ? ഞാൻ ചോദിക്കുന്നത്, അവനെ അറിയത്തില്ലായിരുന്നു എന്തുവാ ചെയ്ത്, എന്നിട്ടും അന്വേഷിച്ച് വന്നു, അവൻ്റെ അടുക്കൽ വന്നു. നീ എവിടെയാ? അവൻ ചെയ്ത അപാകതയെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നിട്ടും എവിടെയായിരിക്കുന്നു, എന്ത് സംഭവിച്ചു, നിനക്ക് എന്തെല്ലാം അപാകത ഉണ്ടായെന്നൊക്കെ അവൻ്റെ വായിൽ നിന്ന് കേൾക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. സ്തോത്രം. അവൻ ഇന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ ബലഹീനരൊക്കെയാണ്, പക്ഷേ അവനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ വചനമുണ്ട്. സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവാത്മാവിൽ സംസാരിക്കുമ്പോൾ, ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോഴൊക്കെ ദൈവത്തിന് വിളിച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ സമർപ്പിച്ച് കൊടുക്കുക. കർത്താവേ, ഐ ആം റോങ്, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് ക്ഷമിക്കാതിരിക്കത്തില്ല. ക്ഷമിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടല്ലേ പിന്നെ 70 വർഷം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച് ക്ഷമിക്കുന്നവനായതുകൊണ്ടല്ലേ. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകട്ടെ. അങ്ങനെ ആ മനുഷ്യൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി അന്നേ പ്ലാൻ ചെയ്തു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പല ആരംഭങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണെന്ന്? ആദാമ്യ ആരംഭം അവിടെ തുടങ്ങുന്നത് മനുഷ്യൻ്റെ ആരംഭമാകട്ടോ, ദൈവത്തിൻ്റെ ആരംഭമല്ല, മാനവജാതിയുടെ ആരംഭം. അവിടുന്ന് ആദാം പാപം ചെയ്തപ്പോൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പാപം ചെയ്തപ്പോൾ അവനെ റിസ്റ്റോർ ചെയ്യുവാൻ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ തോല് കൊണ്ട് അവനെ ഉടുപ്പിച്ചു. രണ്ടാമത്തെ എന്തുവാ? എല്ലാവരും പാപം ചെയ്തു. ദൈവം മനുഷ്യനെ നോക്കി ദുഃഖിച്ചു എന്നാണ് വായിക്കുന്നത് ചില. പക്ഷേ ദൈവത്തിൻ്റെ ആ ദുഃഖം എന്ന് പറഞ്ഞാൽ സംഭവിച്ചു പോയി, അതല്ല വിഷയം. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും മനുഷ്യന് ദൈവത്തെ അറിയാതെ പോകുമ്പോൾ ദൈവത്തിന് ദുഃഖമുണ്ട്. അതല്ലേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ സന്ദർഭത്തിലും ദൈവം എന്ത് ചെയ്തു? ഒരുവൻ്റെ മേൽ കൃപ പകരും. ഏത് കാലത്തും കംപ്ലീറ്റ് ദൈവം തള്ളിക്കളയത്തോട് അല്പശേഷിപ്പ് എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ ഈ സമയത്തും ഒരുവൻ്റെ മേൽ അങ്ങനെയല്ലയോ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്താ കാര്യം? നോഹ കൂടെ നടക്കുന്നവനാ കൃപ ലഭിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അത് ഇതും കണ്ടു നടക്കുന്നതൊന്നും കൃപ ലഭിക്കത്തില്ല. സ്തോത്രം. നോഹ ദൈവത്തോട് കൂടെ നടന്നു, അവന് കൃപ ലഭിച്ചു. അറിയാമല്ലോ. അത് കഴിഞ്ഞു പിന്നെയും ജനം ദൈവസ്ഥലത്ത് വിട്ടുപോയപ്പോൾ ദൈവം പ്ലാൻ ചെയ്തു, ഇനിയും ഒരു നേഷൻ, ഞാനൊരു ജാതിയെ ഉണ്ടാക്കും. അബ്രഹാമ്യ ആരംഭം. അതേ കഴിഞ്ഞ ദിവസം പറഞ്ഞങ്ങ് വിടുന്നത് വിഗ്രഹങ്ങളുടെ നാട്ടിൽ നിന്ന്. അപ്പോഴത്തേക്ക് വിഗ്രഹത്തെ ജീവിക്കുന്ന ദൈവത്തെ വിട്ടിട്ട് അവരെ ദൈവത്തെ പറ്റിയുള്ള യാതൊരു ബോധ്യവുമില്ലാതെ ജീവിക്കുന്ന ദൈവത്തെ വിട്ടിട്ട് ദൈവത്തിന് പകരം ബിംബങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്ന സമയം വന്നു. അവിടെയും ഒരു ശേഷിപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനങ്ങ് വിചാരിക്കുന്നത് അബ്രഹാമേ എന്ന് വിളിച്ച ഉടനെ അവൻ കേൾക്കാൻ കാരണം അവൻ്റെ അന്വേഷണ യാത്ര അതായിരുന്നു. ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവനോട് ദൈവം അടുത്ത് വരുന്നവനാ, ദൂരെ പോകുന്നവനല്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവനെ അന്വേഷിച്ചാൽ അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. സ്തോത്രം. അപ്പോൾ അബ്രഹാമിയ ആരംഭം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ കൂടെ ദൈവം തിരഞ്ഞെടുത്ത് മാറ്റിയ ഒരു ജാതിയാണ് യഹൂദാജനം. ഭൂമിയിൽ മറ്റെല്ലാ ഇസ്രായേൽ എൻ്റെ മകൻ വരെ പറയുന്നുണ്ട്, ആദ്യജാതൻ. അപ്പോൾ ഈ ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തു. നോക്കണം,
ഒന്നാമത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും കൈകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ അവൻ വിട്ടുപോയി. അതിനുശേഷം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, അതിനുശേഷം അത് നോഹയെ പറ്റി ഞാൻ ഇപ്പം പറയുന്നില്ല ബാക്കി കാര്യങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. പിന്നീട് അബ്രഹാം ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. അവരെ എന്തുമാത്രം കരുതി എന്നുള്ളത് തിരുവചനം എന്തെല്ലാം പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം കണ്ടതുപോലെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ പോലും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അതിലും വലിയൊരു അത്ഭുതം നമ്മളിൽ നടന്നതറിയാമോ എന്തുവാന്ന്? നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമുക്ക് തന്ന ക്രൂശ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രഹാമി ആരംഭം കഴിഞ്ഞ് ഏകദേശം 420 വർഷം മുമ്പ് പഴയ നിയമത്തിന് തിരിശീല വീണപ്പോൾ അവിടെയും പറഞ്ഞത് മലാഖിയിൽ എഴുതിയിരിക്കുന്നത് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിലുള്ള ആരംഭം. ഇനി ഒന്നുകൂടി ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം. അത് ഇങ്ങനെയാണ്, ഇത്രയുമാണ് സാധാരണ പറയാറുള്ളത്, കുഴപ്പമില്ല. അപ്പോൾ ക്രിസ്തുവിലുള്ള ആരംഭം, ആ ആരംഭത്തിൽ 30 വർഷക്കാലം മാതാപിതാക്കളുടെ അനുസരണത്തിൽ, എന്തുകൊണ്ടാണ് പൂർണ്ണ മനുഷ്യനായ ഒരു ദൈവം മാനുഷിക വേഷമെടുത്ത് ഈ ഭൂമിയിൽ വന്നത്? ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നത്. മനുഷ്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു തന്നതാണ്. മാതാപിതാക്കളുടെ അനുസരണയിൽ അധീനത, അപ്പോൾ സാധ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ പ്രസംഗിച്ചത് ശരി തന്നെയാണ്. യേശു തമ്പുരാൻ ജനിച്ചതിന് ശേഷം ഒരു 12 വയസ്സ് വരെയൊക്കെ യൗസേപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം യൗസേപ്പ് ജീവിച്ചിരുന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് മൂത്ത മകൻ എന്ന നിലയിൽ ആ ഭവനത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും എടുത്ത് കാർപ്പൻ്റർ ജോലി ചെയ്ത് ജീവിച്ചൊരു വ്യക്തി. എല്ലാ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇഗ്നോർ ചെയ്യാൻ വചനമില്ല കേട്ടോ. നമ്മൾ വലിയ വിഷയം വന്നാലും നമുക്കുള്ള കടപ്പാടുകൾ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനുള്ള കടപ്പാടുകൾ കടംപെട്ടിരിക്കുക ചെയ്യണം. കുടുംബജീവിതത്തിലും ക്രിസ്ത്യ ജീവിതത്തിലും എല്ലാം അത് തന്നെയാണ്. ഭാര്യയും ഭർത്താവും അതൊരു മാർമിക വിഷയമാണെങ്കിൽ സഭയും ക്രിസ്തുവും എന്നുള്ളതാണ് അതിന് മർമ്മം. ദൈവത്തിന് സ്വന്തം, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ 30 വയസ്സ് വരെ ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതിന് ശേഷം അവിടെ അന്നേരവും ഒരു വ്യക്തിക്ക് വ്യക്തമായി അറിയാം ഇവൻ ആരാണെന്ന്. ആർക്കാ? അത് ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാ. ഇവൻ രാജാവാ, ഇവൻ വിശുദ്ധ പ്രജയാ, ഇവന് നിങ്ങൾ ഇമ്മാനുവേൽ എന്ന് പേരിടണം, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഞാനങ്ങ് വിചാരിക്കും, എൻ്റെ ഒരു ആശയമാണ്, ഈ 30 വയസ്സ് വരെ അവൾ വിചാരിച്ച് കാണും എന്നാണ് ഞാൻ കേട്ട ദൈവശബ്ദത്തിന് ഒത്തവണ്ണം ഇവനായിത്തീരുന്നെന്ന്. ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് 30ാമത്തെ വയസ്സിൽ ഒരു വിവാഹ സന്ദർഭത്തിൽ അവൾ പോയി അവനോട് പറഞ്ഞു, ഇവിടെ ഒരു വിഷയമുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് കഴിയും. സ്തോത്രം. എന്താ കാര്യം? ആ ഗ്രൂപ്പിലും അവൾക്കേ അറിയത്തുള്ളൂ അവൻ ആരാണ്. ഞാൻ ഒരു കാര്യം ഇന്ന് പകൽക്കാലം അവിടെ നിന്നുകൊണ്ട് പറയട്ടെ, അവൻ ആരെന്ന് അറിയാവുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ അറിയാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടണം. പൗലോസ് ശുശ്രൂഷയുടെ അവസാനം പറയും, അവൻ്റെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു, എനിക്കൊന്നുകൂടി അവനെ അറിയണം. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം വരട്ടെ. അതുകൊണ്ടാണ് കർത്താവിനെ കൂടുതൽ അറിയും തോറും ആത്മീയത്തിൽ വർദ്ധിക്കുവാൻ നമുക്ക് താല്പര്യം വരും. കർത്താവിനെ കൂടുതൽ അറിയും തോറും കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് ഉത്സാഹം വരും. കർത്താവിനെ കൂടുതൽ അറിയും തോറും ആരാധിപ്പാൻ ആരും പറയേണ്ടി വരത്തില്ല. കർത്താവിനെ കൂടുതൽ അറിയും തോറും പ്രാർത്ഥിക്കുവാൻ നമുക്ക് താല്പര്യം വരും. സ്തോത്രം. കർത്താവിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും തോറും വചനം ധ്യാനിക്കുവാൻ നമുക്ക് ഉത്സാഹം വരും. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ 30ാമത്തെ വയസ്സിൽ ഒരു ഡിക്ലറേഷൻ, ഇതാ പോകുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. അവിടുന്നാണ് 33 അടുത്ത 3.5 വർഷം തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഗോൽഗോഥായിൽ 3 കുരിശ്, നടുക്ക് കിടക്കുന്നത്
പാപം ചെയ്യാതെ, പാപത്തിൽ ജനിക്കാത്ത, പാപം ചെയ്യാത്ത, പാപം ചെയ്യാൻ കഴിയാത്ത, ലോകത്തിൻ്റെ കോടതിക്ക് മുൻപിൽ നിങ്ങൾക്ക് എന്നെ ഏതെങ്കിലും വിഷയത്തിൽ കുറ്റം ചുമത്താൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് വെല്ലുവിളിച്ച, സ്തോത്രം, പാപമില്ലാത്തവൻ, അവൻ്റെ രക്തത്തിൽ പാപമില്ല, മനുഷ്യരക്തം അവനിൽ വ്യാപരിക്കുന്നില്ല, പാപമില്ലാത്തൊരുവൻ, റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, പാപികൾക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നാം പാപസംബന്ധമായി മരിക്കുമ്പോൾ അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. അടുത്തത് വേറൊരുവൻ പാപത്തിൽ അമ്മ ഗർഭം ധരിച്ച്, പാപത്തിൽ ജനിച്ച്, പാപപ്രവൃത്തിയിൽ ജീവിച്ച്, പാപപ്രവൃത്തി മുഖാന്തരം ശിക്ഷ വിധിച്ച് കിടക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ, കയ്യെത്താവുന്ന ദൂരത്തിൽ മാത്രമേ രക്ഷകനെ കണ്ടിട്ടും അവൻ നിത്യ നരകത്തിൽ പോയി. എത്രയോ ജീവിതങ്ങളല്ലയോ ഈ വചനം ബൈബിളിൽ റോമാലേഖനത്തിൽ വാക്യമുണ്ട്, വചനം നിന്റെ സമീപേ, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും. എത്രയോ വചനം, എത്രയോ ജീവിതങ്ങളുടെ സമീപേ പോയിട്ടും അവർക്കൊന്ന് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? വചനം കേൾക്കാത്തൊന്നുമല്ല. എത്രയോ ജീവിതങ്ങളാണ്. ഞങ്ങളൊക്കെ മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ രക്ഷാനിർണയം പ്രാപിക്കാത്ത എത്രയോ ആയിരങ്ങളാണ് വരുന്നത്. അവരോട് വചനം പറയുമ്പോൾ എത്ര ദുഃഖമെന്ന് പറയുമ്പോൾ വചനം അടുത്തൂടെ പോയാലും അവർക്ക് ടച്ച് ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ വേറൊരുവൻ ഇപ്പുറത്ത് പാപത്തിൻ്റെ അമ്മയെ ഗർഭം ധരിച്ച്, പാപത്തിൽ ജനിച്ച്, പാപപ്രവൃത്തി ചെയ്ത് ജീവിച്ച്, അവസാനം പാപപ്രവൃത്തികൾ കൊണ്ട് ശിക്ഷ വിധിച്ച് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട അവസാനം മറ്റേ കള്ളനോട് കൂടെ തന്നെ ഇവനും ഈ നടുക്ക് കിടക്കുന്നവരെ ദൂഷിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, ലാസ്റ്റ് സെക്കൻഡിൻ്റെ 1 സെക്കൻഡ് മുൻപിൽ, ഈ ലോക ജീവിത യാത്രയുടെ ലാസ്റ്റ് സെക്കൻഡിൽ എൻ്റെ ആശയമാണ്, ഒരു പക്ഷേ അവൻ കണ്ടു കാണും, ഈ വ്യക്തി ഒന്ന് പറയുന്നു, ഇവർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ഇതെന്തോ സ്റ്റേറ്റ്മെൻ്റാന്ന് ഒരുപക്ഷെ അവൻ കേട്ട് കാണും. എൻ്റെ ആശയമാണ്, ബൈബിൾ എഴുതിയിട്ടൊന്നുമില്ല. ഇവനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്, ഇവൻ ആരാ? യഹൂദന്മാരുടെ രാജാവ്. എഴുതിയവർക്ക് പോലും കളിപ്പിന് പറ്റിപ്പോയി. അങ്ങനെ എഴുതല്ലായിരുന്നു. പിന്നെന്താ എഴുതേണ്ടത്? അങ്ങനെ അവന് ശിഷ്യന്മാർ പറഞ്ഞു എന്നെഴുതാൻ. അപ്പം പിലാത്തോസ് പറയാ, എഴുതി. എത്ര ദൈവത്തിൻ്റെ വചനത്തിനൊന്നും മാറ്റം വരത്തില്ല കേട്ടോ. എഴുതിയതല്ല എഴുതിപ്പിച്ചത് എഴുതി എന്ന് പറയണം വേണമെങ്കിൽ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? അതിനൊക്കെ എത്രയോ തെളിവായി ഈ വചനം. സ്തോത്രം. അപ്പോൾ എഴുതി. ഞാൻ വിചാരിക്കുന്നു അവിടെ വെച്ചായിരിക്കും അവനൊരു മനസ്സിന് അന്തരമുണ്ടായിട്ട് ഈ നസ്രയനോട് പറയുന്ന, കർത്താവേ, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ അവൻ കരം നീട്ടി രക്ഷകനെ തൊട്ടു. അക്ഷരീയമല്ല ഞാൻ പറഞ്ഞത്, അവൻ രക്ഷകനെ തൊട്ടു. അന്നേരം ആദ്യം എന്ത് ചെയ്തു? യേശുവിനോടുകൂടെ പറുദീസയിലിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരണം നീങ്ങി, ജീവനിലേക്ക് ഒരു നാനോ സെക്കൻഡ് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ മരണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ടേണിംഗ് പോയിന്റാണ്. സ്തോത്രം. ഒരു നാനോ സെക്കൻഡിൽ സംഭവിച്ചെന്തുവാ? നിത്യ മരണം നീങ്ങി നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് കഴിഞ്ഞു. ഇനിയും എനിക്ക് പറയാനുള്ളത്, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ക്രൂശ് ഇതായതിൻ്റെ വിഷയം. ഇവിടെ വായിച്ചത് എന്തുവായിരുന്നു വായിച്ചത്? അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും വായിച്ചു.
ഈ ക്രൂശിനെ പറ്റി ചിന്തിക്കുമ്പോൾ 2 തടിക്കഷ്ണം വെച്ചതല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്തും മായിച്ച് കളയുന്ന സ്ഥലമാണ്. അടുത്തത് അതെല്ലാം കൂടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പാപവും ശാപവും എല്ലാം എവിടെ തറച്ചു? ഈ ക്രൂശിൽ തറച്ചു എന്ന് പറയുമ്പോൾ ആ വാക്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ തറച്ചത് എന്തോ കൊണ്ടാ? ആണി അല്ലയോ? ആണി കൊണ്ടാ തറച്ചത്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത്. ഒരു കയ്യിൽ ആണി തറച്ചപ്പോൾ പാപത്തെയാ, എൻ്റെ പാപത്തെയാ തറച്ചത് അവിടെ. മറ്റേത് ശാപത്തെ. താഴെയോ അവൻ്റെ തല തകർക്കുകയായിരുന്നു അവൻ്റെ പാദത്തുമേൽ ആണി അടിച്ചപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ തറച്ചു. അടുത്തത് നീക്കിക്കളഞ്ഞെന്നേ, അവിടെ ഇല്ല ഇനി അത്. ഒരു സ്തോത്രം പറയാമോ? ക്രൂശ് മുഖാന്തരം രക്ഷയിലേക്ക് വന്നവന് ഇനിയും അവനെ പാപിയെന്ന് വിളിക്കാൻ അവകാശമില്ലെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് സ്തോത്രം കുറഞ്ഞത്. ഈ പാപിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണ്ടെന്ന അർത്ഥം. ഞാൻ ആരല്ല. ഹലോ, ആകരുത് കേട്ടോ, ആയിത്തീരരുത്. ഞാൻ ആരാ? തൻ്റെ അടുത്തോട് പറയണം, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതലാണെന്നേ. ഞാനൊരു ദൈവ പൈതലാ. പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. സ്തോത്രം. ആരാ? പിതാവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട്. സ്തോത്രം. ആരാ പിതാവ്? എൻ്റെ ക്രിയേറ്റർ, തൻ്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ ഉടമ. സ്തോത്രം. അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ അയച്ചു. നമ്മൾ എപ്പോഴും പറയും, പുത്രൻ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ മാനവജാതിയുടെ വിഷയത്തിലാണ് പുത്രൻ വന്നത്. എന്നെ ആദം ദൈവത്തിൻ്റെ മകൻ ആദാമിനെ കരം കൊണ്ട് സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മകൻ. അതുകൊണ്ടാണ് ഇസ്രായേലിനും ആദ്യജാതെന്ന് കൊടുത്തത്. ആ ഐഡന്റിറ്റി അവനും കൊടുത്തു. പക്ഷേ അവനതിനെ ഇഗ്നോർ ചെയ്തു. സ്തോത്രം. ആദാമിന് കൊടുത്ത പദവിയ മകൻ, അത് എഴുതിയിരിക്കുന്ന പുതുനിയമത്തിലാ. സ്തോത്രം. ആദാം ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവം പുത്രനായി ഭൂമിയിൽ വന്നത്? എന്നെയും നിന്നെയും നഷ്ടപ്പെട്ട പദവിയെ മടക്കി തരുവാൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ മുസ്ലിം റിലിജിയനൊക്കെ നമ്മളോട് ചോദിക്കും, ഈ ദൈവത്തിൻ്റെ പുത്രനല്ലോ യേശു, അപ്പം ദൈവം എപ്പോഴാണ് വിവാഹം കഴിച്ചത്, പുത്രൻ എപ്പോഴാണ് ഉണ്ടായത്, ഭാര്യ ആരാന്നൊക്കെ. അവർക്കത് അറിയാൻ വയ്യ. ചോദിച്ചോട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാനുള്ള അറിവ് വേണം, അത്രയേ ഉള്ളൂ കാര്യം. മനുഷ്യൻ ദൈവം മതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഒരു മതത്തിലും ഇല്ലെന്നങ്ങ് പറയാമോ? ഹല്ലേലൂയ. മതങ്ങൾ സൃഷ്ടിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. മതങ്ങളൊക്കെ മാനുഷികമാ. ദൈവത്തിൻ്റെ ബോധം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവരുടെ മസ്തിഷ്കത്തിൽ വന്ന ആലോചനകളുടെ സംക്ഷിപ്തമാ മതം. ഇങ്ങനെ ആയിരിക്കും. സൂര്യനെ കണ്ടപ്പോഴത്തേക്കോ എന്തോ ഒരു തേജസ്സാ, സൂര്യനെ ദൈവമാക്കി. മയിലിനെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു രസമുണ്ട്, മയിലിനെ. ഇത് നിങ്ങൾ വടക്കേ ഇന്ത്യയിലെ കാര്യം പറഞ്ഞത്. പാമ്പിനെ കണ്ടപ്പോഴത്തേക്ക് ഭയം, പാമ്പ് ദൈവമായി. ഞങ്ങളുടെ ജാർഖണ്ഡില് മരം ദൈവമാ. മരം ഏത് മരം വയ്ക്കുന്നില്ല, അനുപരമായിരിക്കും. റോഡ് സൈഡിൽ വലിയ മരം, ആ മരങ്ങൾ ദൈവമാ. അപ്പം ഇതൊക്കെ എന്തായി? മനുഷ്യന്റെ മനസ്സിൽ വന്ന ചിന്തകളുടെ സംക്ഷിപ്തമാ. ഈ തന്ന ബുദ്ധി കൊണ്ട് സൃഷ്ടിതാവിനെ ഒന്ന് ഓർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അദൃശ്യ ലക്ഷണങ്ങളാൽ. റോമാലേഖനം പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ? അദൃശ്യ ലക്ഷണ നിന്റെ ബുദ്ധിക്ക് തെളിവായി വരേണ്ടതിന്. അവൻ അദൃശ്യ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ. ബുദ്ധിയുള്ള മനുഷ്യൻ മാർസ് വരെ
ചെല്ലാൻ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ ആകാശം കണ്ടപ്പോൾ ഇതിന്റെ പിന്നിൽ സൃഷ്ടിയാവ് ആരെന്ന് ചിന്തിച്ചാൽ പോരായിരുന്നോ? Praise the Lord. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തെ അറിയുവാൻ അദൃശ്യ ലക്ഷണങ്ങളാൽ അവൻ ചെയ്തപ്പോൾ, എന്നിട്ടും ദൈവത്തെ അറിയാതെ വന്നപ്പോൾ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. വ്യർത്ഥം. അന്നാ അങ്ങനെയാ എന്ത് ചെയ്ത് ഹൃദയം ഇരുണ്ടുപോയി. കേൾക്കണേ, ഞാൻ സമയം നിർത്തിക്കോളാം. ഇനി 10 മിനിറ്റേ ഉള്ളൂ. ഇത് നിർത്തണം. ഇന്ന് അടുത്ത പ്രാവശ്യം ഇതുകൊണ്ട് വന്നാൽ നിങ്ങൾ വിടുക തന്നെ. Praise the Lord. അദൃശ്യ ലക്ഷണങ്ങളാൽ അവൻ ബുദ്ധിക്ക് തെളിവായി സെറ്റ് ചെയ്ത് വെച്ചിട്ടും ഈ മനുഷ്യന്റെ ഹൃദയം, മനസ്സ്, ജീവിതം ഇരുണ്ടുപോയിട്ട് ദൃശ്യമായതൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാരാ? യേശു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദേണ്ട നടക്കുന്നു 3.5 വർഷക്കാലം ഊരുകളിലും സിറ്റികളിലും വഴികളിലും ഒക്കെ നടക്കുന്നു. ഇവൻ ആരാണെന്ന് ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ കൊടുത്തു. ഇത് പോയി, കാരണം സമയം വരട്ടെ, ഞാൻ ആരാന്ന് ലോകത്തെ വെളിപ്പെടുത്തും. സ്തോത്രം. അതായിരിക്കും 5ാമത്തെ ആരംഭം. ഞാൻ പറയാം മുമ്പിട്. സ്തോത്രം. കേട്ടോ, 3.5 വർഷം അവൻ ആർക്കും മനസ്സിലാകാഞ്ഞത് കൊണ്ടാ ഒരു ശിഷ്യൻ തള്ളിപ്പറഞ്ഞതും, വേറൊരു ശിഷ്യൻ ഒറ്റിക്കൊടുത്തതും, വേറൊരു ശിക്ഷ അവരൊന്നും വരാഞ്ഞെന്നും, 2 പേർ ഓടി വന്നിട്ട് മടങ്ങിപ്പോയതും ഇതെല്ലാം മനസ്സിലായല്ലോ. ശരിക്കും ഇവരാരും മനസ്സിലായില്ല. പിന്നെ ചിലർക്കൊക്കെ അല്പം ഒരു ഗ്ലിംസ് കിട്ടി. അതിലൊന്നാണ് മഗ്ദലക്കാരത്തി മറിയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഒരാളാണ് മോശ. എനിക്ക് നിന്നെ ഒന്ന് അടുത്തറിയണം, എനിക്ക് നിന്നെ തേജസ് ഒന്ന്, എത്ര കൊച്ചു പിള്ളേർ ചോദിക്കുന്നത് പോലെ എനിക്ക് നിന്നെ തേജസ് ഒന്ന് കാണണം, എനിക്ക് നിന്നെ അടുത്തൊന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. പുതു നിയമത്തിലും അടുത്തറിഞ്ഞ് പറയാൻ കൊള്ളാവുന്ന ഒരുവളേ ഉള്ളൂ. ഞാൻ ഈ പരിശുദ്ധാത്മ വന്നതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അറിഞ്ഞൊന്ന് പറയാൻ കൊള്ളാവുന്ന ആരേ ഉള്ളൂ? അയ്യോ, ആർക്ക് പറയാൻ? ഒരു വൈക്ലബ്യം എന്തുവാ? ശരിയല്ലേ? ഞാൻ ഇനി അറിയാതെ വല്ലതും പറഞ്ഞു പോയ മലയാളേ. അടുത്തറിയാവുന്ന എന്തുവാ? ഒന്നാമത്തവനും വന്നു, കൂടെ മാറോട് ചേർന്നിരിക്കുന്നവനും വന്നു. ഓടിയാ വന്നത്. ഞാൻ വിചാരിച്ചു സഹോദരൻ പുറകെ വന്നു, ഇവന്മാർ ഓടി വന്നു. സോറി, ഇവന്മാർ വേണ്ടി തെറ്റണേ. ഓടി വന്നു. വന്നേ ഇങ്ങോട്ട് വന്ന് 60, അങ്ങോട്ട് 80 പോയി. അവൾ പറയുന്നതൊക്കെ അവർക്ക് കഥ പോലെ തോന്നിയെന്ന്. പിന്നെ 3.5 വർഷം എന്തോന്നാ പുറകെ നടന്നത്. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞേ? അവൻ പറഞ്ഞിട്ട് പോയത്, ഞാൻ പിടിക്കപ്പെടാൻ പോവുക, പക്ഷേ നിങ്ങൾ എനിക്ക് മുൻപായി പോയേക്കാൻ ഞാൻ അവിടെ വരാമെന്ന് ക്രൂശിക്കേണ്ടത് മുമ്പ് പറഞ്ഞതാ. ഇതെല്ലാം മറന്നുപോയി. പക്ഷെ ഒരുവൾ ആ കല്ലറയ്ക്കകത്ത് അവൻ ഇല്ലെന്ന് കണ്ടിട്ടും കരഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞു നോക്കി. ഞാൻ നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമാണെന്നേ ഒരു നല്ല സഹോദരമൊക്കെ പറയാമോ? എന്ന് വിചാരിച്ച് പത്രോസിനെ യോഹന്നാനും ദൈവത്തിന് വേണ്ടതല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഓരോ കാര്യങ്ങൾ അതിൻ്റെ ആ സമയത്ത് ചിന്തിക്കണം. നമ്മുടെ ആഗ്രഹം, ആ സഹോദരി പോയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ തോട്ടത്തിൽ വെളുപ്പുള്ളപ്പോൾ തന്നെ നിൽക്കുക. നമുക്ക് പകല് തന്നെ പോകാൻ പേടിയാണല്ലോ. തന്നെ നിൽക്കുക. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്ത് അവിടെ അടുക്കിലേക്ക് വന്ന്, സ്ത്രീയെ, ഒന്നാമത് ചോദ്യം നീ ആരെ തിരയുന്നല്ല,
ഹൃദയത്തെ സ്പർശിച്ച് ചോദിക്കുന്നത്. ഈ നല്ല കർത്താവിനെ നമ്മൾ പിൻപറ്റുന്ന കേട്ടോ. സ്ത്രീയെ, ഈ തോട്ടത്തിൽ ആരുമില്ല, അവിടെ ഹൃദയവേദനയും അവിടെ വിഷയമെല്ലാം അറിയാം. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ഇന്ന് പകൽക്കാലം ആ ചോദ്യം നമ്മോടും ചോദിക്കാം. എന്താ കാര്യം? ആരും അറിയാത്ത വിഷയം അറിയുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്നേ. നമ്മൾ പലപ്പോഴും, ഞാൻ ഇൻക്ലൂഡിങ് മീ, പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാം പറയത്തില്ല. മനുഷ്യരായോണ്ട് എല്ലാം പറയാൻ പറ്റത്തില്ല. പക്ഷേ പറയാത്തത് പോലും അറിയുന്ന ഒരുവൻ, എൻ്റെ ലാംഗ്വേജിൽ മണത്തറിയുന്ന ഒരുവൻ. സ്തോത്രം. സ്ത്രീയെ, നീ കരയുന്നത് ആരെയാ തിരയുന്നത്? അറിയത്തില്ല ആരെയാ തിരയുന്നത്? അതിൻ്റെ അർത്ഥം, നിന്റെ ഹൃദയം വേദനിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ അടുക്കലുണ്ട്. ഐ ആം ഇൻ ദിസ് ഗാർഡൻ നൗ. നീ ഏത് തോട്ടത്തിലാണ് നിന്ന് ഹൃദയം വേദനിക്കുന്നോ ആ തോട്ടത്തിൽ ഞാനുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ആരെങ്കിലും ഇത് തോട്ടമാ? ഏതാ? പുതിയ നിയമസഭ ദൈവത്തിൻ്റെ തോട്ടമാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു തോട്ടത്തിൻ്റെ ഇറക്കി വിട്ടപ്പോൾ ക്രൂശ് മുഖാന്തരം അമ്മയാ പുതിയ നിയമസഭയാ തോട്ടത്തിലേക്ക് അവൻ കൊണ്ടുവന്നു. അവൻ ഇവിടെയുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കാൻ വന്നതല്ല, നിങ്ങൾ പ്രസംഗം കേൾക്കാനും വന്നതല്ല, അവനിവിടെ ഉള്ളതുകൊണ്ട് വന്നതാ. ആന്നോ അല്ലയോ? അവനിവിടെ ഉണ്ടെന്നേ. അവനിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയം അറിയുന്ന അവൻ മാത്രമേ ഉള്ളൂ. അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയത്തില്ല ആരാ എന്തുവാന്നുള്ളത്. അവന് മാത്രമേ അറിയാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുൻപോട്ട് പോട്ടെ. ക്രൂശ് അനീതിയുടെ വിധിയെ മായ്ച്ച് കളഞ്ഞ സ്ഥലം. പാപത്തിൻ്റെ ശമ്പളം മരണം. അമ്മ പാപത്തിൽ ഗർഭം ധരിച്ച വ്യക്തി, പാപത്തിൽ ജനിച്ചവൻ, പാപപ്രവൃത്തിയിൽ വളർന്നവൻ, പാപം ചെയ്ത് ജീവിച്ചവൻ, നിത്യ നരകത്തിന് വേണ്ടി വിധി എഴുതിയവൻ. ഈ വ്യക്തി ആരാ? ഒന്ന് പറഞ്ഞേ. ഞാനാന്നേ. ആ അനീതി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വിധി എഴുതി വെച്ചു. ഇവൻ പാപം ചെയ്ത വ്യക്തിയാ, ഇവൻ മരിച്ചേ മതിയാകൂ. പക്ഷേ ആ വിധി എന്ത് ചെയ്തു? ഒരു സ്തോത്രം എന്ന് പറയാമോ? ക്രൂശിൽ കണ്ടു ഞാൻ ആ സ്നേഹത്തെ. എനിവേ, 2 ആ വേദഭാഗമൊക്കെ നമുക്ക് ഞാൻ ഇപ്പോൾ വായിച്ചതാണ്. 2 വിജയത്തിൻ്റെ സ്ഥലമാണ്. ക്രൂശിൽ എന്തോ നടന്നത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് ഉറക്കെ കരയുന്നു. നസ്രായനായിട്ട് കരയുന്നു. പരിശുദ്ധാത്മാവിലൂടെ എഴുതി വെച്ചു അവൻ്റെ വിജയത്തിൻ്റെ നിലവിളിയാണെന്ന്. ക്രൂശിൽ എന്ത് ചെയ്തു? കേൾക്കുന്നവർ തോന്നും അത്. ആത്മീയ എപ്പോൾ മനസ്സിലായി? നമ്മൾ ദൈവമക്കളായപ്പോൾ മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് ജയോത്സവം, വിജയോത്സവം, ജയത്തിന് സ്ഥലമാ, പരാജയത്തിന് സ്ഥലമല്ല. ദൈവമക്കളെ, യഹൂദന്മാർ പിടിച്ച് കൊന്ന യേശുവല്ലയോ നിങ്ങളുടെ ഗുരു എന്ന് പറയുന്ന ലോകമുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവമായിരുന്നു പിന്നെ കൊല്ലൂ. ശരിയാ, ചോദ്യം ശരിയാ. പക്ഷേ അത് പരാജയത്തിൻ്റെ സ്ഥലമല്ല, വിജയത്തിൻ്റെ സ്ഥലമാണ്. 3 പിതാവിനോട് മാനവജാതിയെ നിരപ്പിച്ച സ്ഥലമാണ്. ആ വാക്യം ഒന്ന് വായിച്ച പെട്ടെന്ന് 1:20. അവൻ മുഖാന്തരം, ശ്രദ്ധിക്കണേ, ലോകം തരുന്ന സമാധാനം. മനുഷ്യന് സമാധാനം കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. കള്ളു കുടിക്കുവോ, സിനിമ കാണാൻ പോവുകയോ, പിന്നെന്തുവാ? അവസാനം ഒന്നും വെക്കാത്തപ്പം പിന്നെ കയർ ഇവിടെ കിട്ടുമെന്ന് അന്വേഷിക്കും. സ്വത്രം. ഇത് വളരെ ശാന്തരായല്ലോ. ചിന്തിക്കുക, എനിക്കറിയാം. പക്ഷേ ലോകത്തിൽ ഒരുവൻ മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ സമാധാനം.
മനുഷ്യനായി ജനിച്ച ആരാണെങ്കിലും അവന് സ്വന്തമായി പറയാൻ തൻ്റെ ഇടമില്ല, എനിക്ക് സമാധാനമുണ്ടെന്ന്. എന്നാൽ ദൈവ പൈതലിന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എന്താ കാര്യം? എൻ്റെ സമാധാനം. ഞാൻ ഇനി സമയമായി, ഞാൻ കൈ കൊണ്ട് നിർത്താൻ പോവാന്ന് പറയുകയും നിങ്ങൾ ഉറങ്ങരുതെന്ന് പറയാൻ വേണ്ടിയാ. സ്തോത്രം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ചു പോകുന്നു. ഇനി അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. പിതാവിനോട് എന്ത് ചെയ്തു? എന്തിനാ പുത്രൻ വന്നത്? പിതാവ് സൃഷ്ടിച്ച മനുഷ്യൻ പിതാവിൽ നിന്ന് പോയപ്പോൾ ക്രൂശിൽ രക്തം ചൊരിഞ്ഞിട്ട് ആ പോയ തള്ളപ്പെട്ട മനുഷ്യനെ പിതാവിനോട് നിരപ്പിച്ചു. അടുത്ത് മരണം മാറ്റി. ഇതറിയാവുന്ന കാര്യമാണ്. മരണം മാറ്റി നിത്യജീവൻ ലഭിച്ച സ്ഥലമാ. ഇതൊക്കെ പറയുമ്പോൾ ഇച്ചിരൊക്കെ നന്നായിട്ട് സ്വതന്ത്രം പറയണം. നിങ്ങളിങ്ങനെ ഉണങ്ങിയ സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ ഒരു ഫ്യൂണറൽ അറ്റൻഡ്. എന്ത് അനുഗ്രഹമാണ്! ഞാൻ വിചാരിക്കുന്നത് ഒരു ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയാന്നൊക്കെ പറയുമ്പോഴേ അതിലൊക്കെ വലിയ അർത്ഥമുണ്ട് കേട്ടോ. ജീവിതാവസാനം കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ നല്ല കാര്യം പറയത്തക്കവണ്ണം ജീവിക്കണം. പറഞ്ഞു മനസ്സിലായില്ല? പാസ്റ്റർമാരെ കൊണ്ട് കള്ളം പറയിപ്പിക്കരുത്. അയ്യോ, ഈ അച്ചായനെ കണ്ടോ? അമ്മാമ്മ എഴുതി നോക്കും അച്ചായൻ തന്നെയാണോ എന്ന്. Praise the Lord. Satisfied and I finished my course. ഈ ഫ്യൂണറൽ സർവീസ് ഒന്നും മെമ്പേഴ്സ് ഒന്നും പറയാതെ ഗ്രാജുവേഷൻ സർവീസ് എന്നാക്കണം. മനസ്സിലായില്ല? ബൈബിൾ അങ്ങനെ പറയുന്നത്. ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. അല്ലയോ ഏഞ്ചലേ? ഏഞ്ചൽ ഇങ്ങോട്ട് നോക്കിയിരിക്കേ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് വരുവാ ആൻറ്റി ഡാഡി അമ്മ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പാട്ട് തരും. ചോദിച്ചേക്കരുതേ. ഡാഡിയോട് ഒരു പാട്ട് കൊടുക്കാൻ പറയണം. അപ്പൊ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. സെലിബ്രേഷനാ. എന്തുവാ? ഈ ലോക ജീവിത യാത്രയിലെ ഓട്ടം കോഴ്സ് പൂർത്തീകരിച്ചു, കഴിഞ്ഞു പോയില്ല. വി ലോസ്റ്റ് എ പ്രഷ്യസ് ബ്രദർ എന്ന് ഒരിക്കലും ഒരു ആത്മീയൻ പറയരുത്. പറഞ്ഞു മനസ്സിലായില്ല? എന്താ പാട്ട്? ഐ ലോസ്റ്റ് മൈ ഫാദർ, ഐ ലോസ്റ്റ് മൈ ഹസ്ബൻഡ്, ഐ ലോസ്റ്റ് മൈ... ബാക്കി പറഞ്ഞേ. നിങ്ങൾക്ക് പോയില്ലല്ലോ പിന്നെന്ത് ചെയ്യാൻ? ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പോയി. ഇത് കയ്യിൽ പോയപ്പോൾ കിട്ടിയില്ലേ, ലോസ്റ്റായി. പിന്നെ വേറൊരു കാര്യം, ലോസ്റ്റ് ആയില്ല അവിടെ പോയി കാണാൻ പോവാന്നൊന്നും പറയരുത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും നിങ്ങൾക്കറിയായ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. തെറ്റിപ്പോന്നേ. അവിടെ താഴോട്ട് വായിച്ചു നോക്കിയാൽ വിവാഹ ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ അതൊന്നും ഇല്ലെന്ന്. എന്തായാലും വേടി നീ എന്നെക്കാൾ മുമ്പിലേക്ക് പോകുന്നല്ലോ എന്നൊന്നും പറയാൻ അവിടെ ആരും ഇല്ലെന്ന്. ആളുണ്ടായി, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ഇങ്ങോട്ട് ഇങ്ങനെ വലിയ കമ്പാഷൻ കളിച്ചുകൊണ്ട് വരാമെന്ന് അവിടെ ആരുമില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ മരണത്തെ മാറ്റി ജീവനെ തന്നവൻ, അവനെ ഒന്ന് കാണാനല്ലേ ആഗ്രഹം. ഈ ലോകബന്ധങ്ങളൊക്കെ ഈ ഭൂമിയിലേക്ക് വരുത്തി മാത്രമാ. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിയേ ഉള്ളൂ, മനുഷ്യനേ ഉള്ളൂ, ഒരു കുടുംബത്തേ ഉള്ളൂ. ആ കുടുംബം ഫ്ലറിഷ് ചെയ്ത് വിശുദ്ധ പ്രജ കൊണ്ട് ഭൂമി നിറയണം എന്നാണ് ദൈവിക പ്ലാന്. അത് പിശാച് സമ്മതിച്ചില്ല. പക്ഷേ പുതിയ നിയമസഭയിലേക്ക് വന്ന് മാർമ്മമായിട്ട് പറയുകയായത്. അയ്യോ, സഭയിൽ പോയല്ലോ. നിത്യതയെ ഉറപ്പാക്കുന്ന സ്ഥലം. ഒന്നുകൂടെ പറയാം, നമ്മെ ദൈവഹിതത്തിന് വേണ്ടി ഒരുക്കുന്ന സ്ഥലം.
വയലിൽ നിന്ന് ഞാനും ഞങ്ങളുടെ ദേവദാസന്മാരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ മലയാളം ട്രാൻസ്ലേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് വയലിൽ നിന്ന് കയറി വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിലെ കൺട്രി സൈഡ് എന്ന് എഴുതി. അവിടെ വന്നവനാ. കൺട്രി സൈഡ് തൽക്കാലം താമസിക്കുന്നേ ഉള്ളൂ. ഏകദേശം ആഫ്രിക്കയുടെ ഒരു കോണിൽ ലിബിയായിക്കടുത്തു നിന്ന് വന്ന ആ ഒരു ബ്ലാക്ക് ഫെലോ, കുറേനക്കാരനായ ശിമോൻ, അവനോട് പെസഹാചരിക്കാനൊക്കെ വന്നതാ. അവിടെ റോമൻ ഗവൺമെൻറ് യഹൂദനെ കാണുന്ന ഉടനെ അടിമയായിട്ടാണ് കാണുന്നത്. ആ കറുത്തവർ ഇവനെ കണ്ടുടനെ ഈ യേശു ഈ ഭാരം ചുമക്കുന്ന കണ്ടോ, അയ്യോ പാവത്താന് വയ്യല്ലോ, എൻ്റെ കുഞ്ഞെ നീ ഇവനെ ഒന്ന് സഹായിക്കാം. അതല്ല ഇവിടെ. ഇരുട്ടതിന് മുമ്പ് അങ്ങ് ചെല്ലണം, പിന്നെ കൂസിക്കാൻ പറ്റത്തില്ല. നിയമം അതാ. ഈ പുള്ളി പതുക്കെ ഇങ്ങനെ പോകുന്നേ. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് ചെല്ലാത്തത് കൊണ്ട് ആരോഗ്യമുള്ള ഒരുത്തനെ ഈ ക്രൂസ് ഏൽപ്പിക്കാൻ വേണ്ടി നോക്കി കിടക്കുകയായിരുന്നു. അന്നേരം വന്നേ. പക്ഷെ അത് അവന് ഗുണമായി. ഒരു സ്വപ്നം പറയാം. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ദൈവദാസനായ പൗലോസിനെ ഓർഡിനേഷൻ കൊടുക്കുന്ന ആരാന്ന്? നീഗറായ ശിമോൻ. ഓർഡിനേഷൻ കൊടുക്കുന്ന ദൈവദാസന്മാരിൽ ഈ ശിമോനുമുണ്ട്. അവിടെ ദൈവത്തെ അറിഞ്ഞവനെ, ക്രൂശ് എടുത്തവനെ ദൈവം മാനിക്കും. ഒരു സ്വന്തം പറയാമോ? ദൈവഹിതത്തിന് വേണ്ടി ഈവനെ വേർപിരിച്ച സ്ഥലമാ ക്രൂശ്. ഞാനങ്ങ് പറയുക, ക്രൂശിന്റെ ദൃശ്യം കണ്ടപ്പോൾ അവന് വ്യത്യാസം വന്നു. അവനൊരു ദൈവമായി തീർന്നെങ്കിൽ ലാസ്റ്റ് വൺ നമ്മുടെ പ്രശംസയുടെ സ്ഥലമാണ്. ക്രൂശ് എന്തുവാ? നമുക്ക് പുകഴാനുണ്ടെങ്കിൽ പറയണം, ആത്മീയൻ ക്രൂശ എന്നെ ഒരു ദൈവവേദനാക്കിയത്. അതല്ലേ വായിച്ചേ? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഇടവരരുത് ദൈവമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാ പൗലോസ് പറഞ്ഞതാ. അതായിരിക്കട്ടെ. കർത്താവിന്റെ മേശയിലേക്ക് പോകുകയാ. ക്രൂശിനെ ധ്യാനിച്ച് വേണം ഇതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ. ഈ പറഞ്ഞ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയത് ക്രൂശ. ഇതൊരു കർമ്മമായിട്ടെടുക്കരുത്. ക്രൂശിനെ ധ്യാനിക്കണം. കൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവൻ കാണിച്ച സ്നേഹമാ ക്രൂശ്. ആൻഡ് ദ ലാസ്റ്റ് ആരംഭം, ഒന്നാമത്തെ ആരംഭം, 2, 3, 4. നമുക്ക് ഒരാരംഭമുണ്ട്. കൊലോസ്യർ 2:3. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. നാം തിരികെ വരാതെ നിത്യതയിൽ പോകും. അതൊരാരംഭമല്ലേ? ഒന്ന് എഴുതേക്കാം. കാലമെല്ലാം കഴിയും. ശ്രദ്ധിക്കണേ. പാട്ടുകാർ പോരെ, ഞങ്ങൾ പെട്ടെന്ന് നിർത്തിയേക്കാം. കാലമെല്ലാം കഴിയും. ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണം. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. കൃപയാൽ ഈ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം സാവകാശം ഒരുക്കി. പോരെ ഇച്ചിരൂടെ സ്വച്ഛത്തില്ല. കർത്താവിനെ ശ്രദ്ധിക്കാമോ? നിത്യമരണം മാറ്റി നിത്യജീവനിലേക്ക് പ്രവേശിച്ചാൽ കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. അടുത്ത വാക്ക്, പുതിയ യുഗം വിരിയും. കൃപായുഗം കഴിഞ്ഞ വേറൊരു യുഗം വിരിയുമെന്ന്. അതെന്നാ? ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. പക്ഷേ കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും,
തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാൻ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാൻ. ഓ പ്രതിഫലം യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. 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 ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Oh, that is our hope. Oh, the days are nearing. The nearing